അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാകും. ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കും. നെയ്യ് ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് പട്ട ഗ്രാമ്പു 1 കപ്പ് അരി 1.5 കപ്പ് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് പിന്നെ ഒരു നാരങ്ങയുടെ നീര് 3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയ ഇതിന് മുകളിൽ ഒരു തക്കാളി അരി അടച്ച് 15 മിനിറ്റ് വേവിച്ച സാധനം റെഡിയാവും. നമ്മളെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീഫ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കുരുമുളക് പൊടി വലിയ ജീരകം പിടിച്ച് ഗരം മസാല ചെയ്ത് ഇപ്പോൾ കറക്റ്റാണ്. ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്ത് സവാള വയറ്റിയെടുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ആദ്യം മല്ലിച്ചപ്പ് പുതിന ചേർത്തു. കുറച്ച് ഗരം മസാല മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ്. ഇത് നമ്മൾ വെള്ളം ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ചേർക്കുക. അതാണ് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചിക്കി കൊടുക്കുക. ഈ ചേർക്കാണ് സവാള കുറച്ച് മല്ലിച്ചപ്പ് പുതിന അടച്ച് വെച്ച് അങ്ങനെ നമ്മുടെ ബിരിയാണി ദമ്മിട്ട് കിട്ടും. അപ്പോൾ ബിരിയാണി റൈസും മസാലയും ചിക്കൻ പൊരിയും